അരുണാചൽ പ്രദേശിൽ ദമ്പതികളും സുഹൃത്തും മരിച്ചതുമായി ബന്ധപ്പെട്ട് നിർണായക ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു. ദുർമന്ത്രവാദത്തെ തുടർന്നാണ് ഈ മരണമുണ്ടായെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സുലേഖ ചേരുന്നുണ്ട്. സുലേഖ, ഇക്കാര്യത്തിൽ പോലീസിന് സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ടോ? കാരണം ഈ മരണം ഉണ്ടായപ്പോൾ തന്നെ അസ്വാഭാവികമായ കുറേയധികം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ ദമ്പതികളുടെയും ആര്യയുടെയും ദേഹത്ത് ബ്ലേഡ് കൊണ്ട് മുറിവേൽപ്പിച്ച പാടുകൾ, അതോടൊപ്പം തന്നെ ഇവർ അരുണാചൽ എന്ന് പറയുന്ന സ്ഥലം തിരഞ്ഞെടുത്തതിൻ്റെ ഒരു പ്രത്യേകത. പോലീസ് ഇത് സംബന്ധിച്ച് കൃത്യമായ ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് നമുക്ക് ഇപ്പോൾ പുതുതായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? സിജു, എന്തായാലും ഒരുപാട് ഈ സംഭവത്തിൽ ഒരുപാട് പുതിയ വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. വഴിയുള്ള ബ്ലാക്ക് മാജിക് ആണ് ഇത്തരത്തിൽ ഈ നവീനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം നമുക്ക് വരുന്നത്. ഈ ദമ്പതികളുടെയും സുഹൃത്തിന്റെയും മരണം, അതിൽ നിർണായക തെളിവാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഈ മരണത്തിലേക്ക് നയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുള്ളത് ബ്ലാക്ക് മാജിക് എന്നാണ് ഇത്തരത്തിൽ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്. ഇതിൽ ഈ ബ്ലാക്ക് മാജിക്കിൽ ആദ്യം ആകൃഷ്ടനായത് നവീനാണ്. തുടർന്നാണ് ദേവികയാണ് ഈ ആര്യയെ ഈ ഒരു ബ്ലാക്ക് മാജിക്കിലേക്ക് കൊണ്ടുപോയതുമെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്നുള്ളത്. അതിനൊപ്പം തന്നെ ഈ യാത്രയിലും അടിമുടിയുള്ളൊരു ദുരൂഹതയും നിലനിൽക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർ കൊൽക്കത്തയിലേക്ക് ഒരു വിനോദസഞ്ചാര യാത്ര എന്ന രീതിയിലാണ് ആദ്യം യാത്ര ആരംഭിക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് ഗുവാഹത്തിയിലേക്കും അതിനുശേഷം അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിലേക്കുമുള്ള ഒരു യാത്രയാണ് നടത്തുന്നുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇന്ന് ഉച്ചയോടെ ഇറ്റാനഗറിലെ ഹോട്ടൽ മുറിയിൽ ഈ 3 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ സംഭവത്തിൽ വലിയ ദുരൂഹത തന്നെയാണ് ഉയർന്നു വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇറ്റാനഗറിൽ കണ്ടെത്തിയ മൃതദേഹത്തിന് ഏകദേശം 3 ദിവസത്തോളം പഴക്കമുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എങ്ങനെ ഈ മരണം സംഭവിച്ചു എന്നതിനടക്കമുള്ള കാര്യത്തിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഈ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനുള്ള ഒരു കൃത്യമായ ഒരു കാര്യം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ബ്ലാക്ക് മാജിക് അത് തന്നെയാണ് ഇതിൽ വരുന്നൊരു കാര്യം. നേരത്തെ ഈ ദേവികയുടെ ബന്ധു ആർട്ടിസ്റ്റ് സൂര്യകൃഷ്ണമൂർത്തിയുടെ ബന്ധുവാണ് ഈ ദേവിക എന്ന് പറയുന്നത്. ഈ സൂര്യകൃഷ്ണമൂർത്തി പ്രതികരിച്ചത് പ്രകാരം ഈ ദേവികയുടെ ഭർത്താവ് നവീന് ഈ ബ്ലാക്ക് മാജിക്കുമായി ബന്ധമുണ്ട് എന്നുള്ള തരത്തിലാണ് വന്നിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. അത് കുടുംബാംഗങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നു എന്നുള്ളത് കൂടി ഇതിൽ പ്രധാനമാണ്. ഇത്തരത്തിലാണ് പോലീസും നമുക്ക് നൽകുന്ന വിവരം എന്ന് പറയുന്നത്. ഈ ബ്ലാക്ക് മാജിക്കിന് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. കാരണം ഈ ബ്ലാക്ക് മാജിക്കിന് ഇരയായത് ടെലിഗ്രാം വഴി എന്നുള്ള സംശയം ഉയരുന്നു. പോലീസ് ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടാകണം. ബ്ലാക്ക് മാജിക്കിൽ ആദ്യം ആകൃഷ്ടനായത് നവീൻ എന്നുള്ള വിവരങ്ങളും കൂടി പോലീസിൽ നിന്ന് തന്നെയാണോ ഈ വിവരങ്ങൾ ലഭിക്കുന്നത്? സ്വാഭാവികമായും ഇത് ഈ ടെലിഗ്രാമിലുള്ള ഒരു ഗ്രൂപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നവീൻ്റെ സുഹൃത്തുക്കളെ അടക്കം അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരികയും ചെയ്തു. വിശ്വസിക്കാൻ കഴിയുന്ന, സ്ഥിരീകരിക്കുന്ന എന്തെങ്കിലും വിവരങ്ങളാണ് പോലീസ് നമുക്കിപ്പോൾ നൽകിയിട്ടുണ്ടെന്നെങ്കിലും? തീർച്ചയായും സിജു, ടെലിഗ്രാം വഴിയുള്ള ബ്ലാക്ക് മാജിക് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു മരണത്തിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ആദ്യം ഈ ടെലിഗ്രാം വഴിയുള്ള ബ്ലാക്ക് മാജിക്കിന് ഇരയായത് ദേവികയുടെ ഭർത്താവ് നവീനാണ്. അതിനുശേഷം നവീൻ്റെ ഭാര്യ ദേവിക, അതിനുശേഷം ദേവികയുടെ സുഹൃത്ത് ആര്യ എന്നിവരെ ഈ 3 പേരെയുമാണ് ഇത്തരത്തിൽ ബ്ലാക്ക് മാജിക്കിന് ഇരയാക്കിയത് എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു ബ്ലാക്ക് മാജിക്കാണ് ഇത്തരത്തിലുള്ളൊരു മരണത്തിലേക്ക് നയിച്ചതെന്നാണ് കുടുംബാംഗങ്ങളും അതിനൊപ്പം തന്നെ പോലീസും നമുക്ക് നൽകുന്ന വിവരം. കൃത്യമായ രീതിയിലുള്ള ഒരു പോലീസ് അന്വേഷണമാണ് ഈ സംഭവത്തിൽ നടക്കുന്നത്. നിലവിൽ ഇന്ന് 7 മണിയോടെ വട്ടിയൂർക്കാവ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു സംഘം ആളുകൾ ഈ അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിലേക്ക് പോകും. അവിടെ ഈ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് അംഗങ്ങൾ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തും. അതിനുശേഷം മാത്രമാണ് നമുക്കിതിൽ ഒരു വ്യക്തത വരിക അല്ലെങ്കിൽ കൃത്യത വരിക എന്നുള്ള കാര്യം നമുക്ക് പറയാൻ കഴിയും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ഈ 3 പേരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വരേണ്ടതുണ്ട്. അതിനുശേഷമാണ് ഇത് ആത്മഹത്യയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മരണമാണോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്താൻ കഴിയുള്ളൂ. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ബ്ലാക്ക് മാജിക് ആണ് ഈ മരണപ്പെട്ട നവീനും അതിനൊപ്പം തന്നെ മറ്റ് 2 പേരും ഈ ബ്ലാക്ക് മാജിക് ടെലിഗ്രാം വഴിയുള്ള ബ്ലാക്ക് മാജിക്കിൽ. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം, അതായത് കേസ് ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്ത് വട്ടിയൂർക്കാവ് പോലീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഈ നവീൻ കോട്ടയം സ്വദേശിയും ഭാര്യയായ ദേവി തിരുവനന്തപുരം സ്വദേശിയുമാണ്. ആര്യയും തിരുവനന്തപുരം സ്വദേശിയാണ്. ഇപ്പോൾ വട്ടിയൂർക്കാവ് പോലീസ് അരുണാചൽ പ്രദേശിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണോ സുലേഖയ്ക്ക് ലഭിച്ചിരിക്കുന്നത്? സിജു,
ആര്യയുടെ പിതാവിന്റെ പരാതിയിലാണ് ഈ പോലീസ് കേസ് അന്വേഷണം നടത്തുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ആര്യയുടെ സുഹൃത്തായ സഹാധ്യാപികയായ ദേവികയും ഇത്തരത്തിൽ ഈ സ്കൂളിൽ നിന്ന് 24-ാം തീയതി തൊട്ട് മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യം പുറത്തു വരുന്നത്. അതിനുശേഷമാണ് ഈ പോലീസ് ഇതിൽ കൂടുതൽ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നത്. ഈ ഒരു കാര്യത്തിൽ ഈ ആര്യയുടെ പിതാവ് നൽകിയ പരാതി പ്രകാരം 27-ാം തീയതി മുതലാണ് ആര്യയെ വീട്ടിൽ നിന്ന് കാണാതാകുന്നത്. അതിനെ തുടർന്ന് ഈ പരാതി നൽകിയതിനു ശേഷം ഈ ദേവികയോടൊപ്പം തന്നെ ഭർത്താവ് നവീനെയും കാണാതായി എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. ദേവികയും നവീനും ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും വീട്ടിൽ നിന്ന് വിനോദയാത്ര പോകുന്നു, കൊൽക്കത്തയിലേക്ക് വിനോദയാത്ര പോകുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ വിനോദയാത്ര എന്ന് പറയുന്നത് കൊൽക്കത്തയിൽ നിന്ന് ഗുവാഹത്തിയിലേക്കും ഗുവാഹത്തിയിൽ നിന്ന് പിന്നീട് അരുണാചൽ പ്രദേശത്തിലേക്കുമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സംഭവം വന്നത്. ഈ ഗുവാഹത്തിയിൽ നിന്ന് അരുണാചൽ പ്രദേശത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ മൊത്തത്തിലുള്ള ഒരു ശരി, സുലേഖയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. അരുണാചൽ പ്രദേശിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദമ്പതികളുടെയും സുഹൃത്തിൻ്റെയും മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ ദുരൂഹതകൾ മറനീക്കി പുറത്തു വരുന്നുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പ് വഴിയുള്ള ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട ആണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായാലും വട്ടിയൂർക്കാവ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിൽ മറ്റു ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംബന്ധിച്ച് അന്വേഷണം തുടരുകയാണ്. ഇതിൽ നവീനാണ് ടെലിഗ്രാമിലെ ടെലിഗ്രാം ഗ്രൂപ്പിലെ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട ആദ്യം ആകൃഷ്ടനായതെന്നുള്ള വിവരങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച ദുരൂഹതകൾ ഉടൻ തന്നെ നീങ്ങുമെന്നാണ് വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് സുലേഖ നൽകുന്നത്.